നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിനെ പറ്റിയാണ്. ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റൽ സെറ്റിംഗ്സിൽ ഡയഗ്നോസിസിനാവാം, ട്രീറ്റ്മെന്റിനാവാം, ഹ്യൂമൻസിനെയോ ആനിമൽസിനെയോ ഇമ്മ്യൂണൈസ് ചെയ്തതിന് ശേഷമുള്ള നീഡിൽസ്, സിറിഞ്ചസ്, അതുപോലെ തന്നെ അതിൽ വരുന്ന വാക്സിൻസ് ആവാം, വാക്സിൻസിന്റെ ക്യാപ്പ് ആൻഡ് ബോട്ടിൽസ് ആവാം. ഇനി റിസർച്ച് ആക്ടിവിറ്റീസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ അവിടെ ഡംപ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആവാം. ഇതെല്ലാം എന്തിൽ പെടുന്നതാണ്? ബയോമെഡിക്കൽ വേസ്റ്റിൽ പെടുന്നതാണ്. അപ്പോ ഈ ബയോമെഡിക്കൽ വേസ്റ്റ് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യാം, ഇതെങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാം, ഏത് തരത്തിലാണ് അത് ഡംപ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറയുന്നത്. ഫസ്റ്റ് വരുന്നത് ടൈപ്സ് ഓഫ് ബിൻസ് ഇൻ BMW. BMW എന്ന് പറഞ്ഞാൽ ബയോമെഡിക്കൽ വേസ്റ്റ്. ബയോമെഡിക്കൽ വേസ്റ്റ് നമ്മൾ എല്ലാം ഒരു വേസ്റ്റ് ബിന്നിലല്ല നമ്മൾ ഇടുന്നത്. നമ്മൾ ഹോസ്പിറ്റൽസിൽ പോയാൽ കാണാം, അതുപോലെ തന്നെ റിസർച്ച് സെന്റേഴ്സിലൊക്കെ പോയാൽ നമുക്ക് കാണാം റെഡ്, യെല്ലോ, ബ്ലൂ, വൈറ്റ്, ബ്ലാക്ക് കളേഴ്സിൽ ഡിഫറെന്റ് കളേഴ്സിലുള്ള ബിൻസ്, വേസ്റ്റ് ബിൻസുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ ടൈപ്സ് ഓഫ് ബിൻസ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അതിൽ വരുന്ന ടൈപ്സ് ആണ് റെഡ് ബിൻസ്. നമുക്ക് കാണാം റെഡ് കളറിലുള്ള വേസ്റ്റ് ബിൻസ് കാണാം, യെല്ലോ കളറിലുള്ള ബിൻസ് കാണാം, ബ്ലൂ കളറിലുള്ളത് കാണാം, വൈറ്റ് കളറിലുള്ളത് കാണാം, ബ്ലാക്ക് കളറിലുള്ള വേസ്റ്റ് ബിൻസ് ഒക്കെ നമുക്ക് കാണാം. ഇനി ഒരു കളേർഡ് കോഡുള്ള വേസ്റ്റ് ബിൻസും നമ്മൾ ഏത് തരം വേസ്റ്റ് മെറ്റീരിയൽസ്, ഏത് തരം ബയോമെഡിക്കൽ വേസ്റ്റുകളാണ് അതിലിടുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ റെഡ് ബിൻ ആണ്. റെഡ് ബിന്നിൽ സാധാരണഗതിയിൽ നമ്മൾ ഇടുന്നത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് വേസ്റ്റുകളാണ് കൂടുതലും ഈ റെഡ് ബിൻസിൽ വരുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ടാണ് കത്തീറ്റേഴ്സ്, നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള കത്തീറ്റേഴ്സ്, പിന്നെ അവിടെ യൂസ് ചെയ്തിട്ടുള്ള ഡയലൈസർ യൂസ്ഡ് ആയിട്ടുള്ള ഡയലൈസേഴ്സ്, നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ട്യൂബിങ്സുകൾ, സിറിഞ്ചസ്, നീഡിൽസ് ഇല്ലാത്ത സിറിഞ്ചസ്, നീഡിൽസ് നമ്മൾ വേറെ ഇതിലാണ് ഇടുന്നത്, നീഡിൽസ് ഇല്ലാത്ത സിറിഞ്ചസ്, IV ചെയ്തിട്ടുള്ള ട്യൂബ്സ്, പ്ലാസ്റ്റിക് ആയിട്ടുള്ള നോർമൽ സലൈൻ്റെ ബോട്ടിൽസ്, എൻഡോട്രക്കിയൽ ട്യൂബ്സ്, അതാണ് ET ട്യൂബ്സ്. ET ട്യൂബ്സ് എന്ന് പറഞ്ഞാൽ എൻഡോട്രക്കിയൽ ട്യൂബ്സ്. നമ്മൾ ഡയറക്ട്ലി ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉള്ളവരിലേക്ക് ഡയറക്ട്ലി നമ്മൾ ട്രക്കിയയിലേക്ക് കൊടുക്കുന്ന ട്യൂബാണ് ET ട്യൂബ്സ്, എൻഡോട്രക്കിയൽ ട്യൂബ്സ്. ഇതെല്ലാമാണ് നമ്മൾ റെഡ് വേസ്റ്റ് ബിൻസിൽ നമ്മൾ ഡംപ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് യെല്ലോ ബിൻസ്. യെല്ലോ ബിൻസിൽ സാധാരണ നമ്മൾ ഹ്യൂമൻ വേസ്റ്റുകളാണ് യെല്ലോ ബിൻസിൽ നമ്മൾ ഇടുന്നത്. അതിന് എക്സാമ്പിൾ നമ്മുടെ ഓർഗൻസ്, ബോഡി ടിഷ്യൂസ്, നമ്മൾ സർജിക്കലി റിമൂവ് ചെയ്തിട്ടുള്ള വല്ല ബോഡി ടിഷ്യൂസ് ആവാം, നമ്മുടെ ഓർഗൻസ് ആവാം, എന്തെങ്കിലും ബോഡി പാർട്സ് ആവാം, ബ്ലഡ് കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ബോഡി പാർട്സ് ആവാം, ബോഡി ഫ്ലൂയിഡ്സ്, ഹ്യൂമന്റെ ബോഡി ഫ്ലൂയിഡ്സ് ആവാം, കോട്ടൺസ്, ആ ബോഡി ഫ്ലൂയിഡ്സ് ആയിട്ട് കോണ്ടാക്ട് വന്നിട്ടുള്ള കോട്ടൺസ്, ബാൻഡേജസ്, അതായത് ബ്ലഡ് വിത്ത് കോണ്ടാക്ട് ഉള്ള കോട്ടൺസ്, ബാൻഡേജസ് ഒക്കെ നമ്മൾ ഈ യെല്ലോ ബിന്നിലാണ് ഇടുന്നത്. പിന്നെ എക്സ്പയർഡ് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള മെഡിസിൻസ് നമ്മൾ യെല്ലോ ബിന്നിലാണ് ഇടുന്നത്. ദെൻ ബോഡിയിൽ നിന്ന് വരുന്ന സെക്രീഷൻസ്, ബോഡിയിൽ നിന്ന് വരുന്ന എക്സ്ക്രീഷൻസ്, കാര്യങ്ങളൊക്കെ നമ്മൾ ഈ യെല്ലോ കളർ വേസ്റ്റ് ബിന്നിലാണ് നമ്മൾ ഇടുന്നത്. ദെൻ സർജിക്കൽ ക്യാപ്സ്, സർജറിയുടെ ടൈമിൽ അവിടെ ഉപയോഗിക്കുന്ന ഹെൽത്ത് വർക്കേഴ്സും കാര്യങ്ങളും ഉപയോഗിക്കുന്ന ക്യാപ്സ് ഉണ്ടല്ലോ, ആ ക്യാപ്സ് നമ്മൾ വേസ്റ്റ് നമ്മൾ ഇടുന്നത് യെല്ലോ ബിന്നിലാണ്. നെക്സ്റ്റ് ആണ് വരുന്നത് ബ്ലൂ അല്ലെങ്കിൽ വൈറ്റ് ബിൻ വരുന്നത്. ബ്ലൂ അല്ലെങ്കിൽ വൈറ്റ് ബിന്നിൽ നമ്മൾ സാധാരണ ഗ്ലാസ് ബോട്ടിൽസ് ആണ് ഇടുന്നത്. ഇപ്പോൾ ഗ്ലാസ് ബോട്ടിൽസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഡ്രഗ്സ് വന്നിട്ടുള്ളത് വല്ല വാക്സിൻസ് ആവാം, അല്ലെങ്കിൽ ഇഞ്ചക്ഷന് വേണ്ടിയുള്ള ഡ്രഗ്സ്, ഇൻഫ്യൂഷൻ ഡ്രഗ്സ് ഒക്കെ സാധാരണ ഗ്ലാസ് ബോട്ടിൽസിലാണ് വരുന്നത്. ഈ ഗ്ലാസ് ബോട്ടിൽസ് നമ്മൾ ഇടുന്നത് ഈ ബ്ലൂ അല്ലെങ്കിൽ വൈറ്റ് ബിൻസിലാണ്. ദെൻ ബ്രോക്കൺ ആയിട്ടുള്ള ഗ്ലാസ് മെറ്റീരിയൽസോ ഗ്ലാസ് എക്യുപ്മെന്റ്സ് വല്ലതും ബ്രോക്കൺ ആയിട്ടുണ്ടെങ്കിൽ ആ ഗ്ലാസ് മെറ്റീരിയൽസ് നമ്മൾ ഇടുന്നത് ബ്ലൂ വേസ്റ്റ് ബിന്നിലാണ്. ദെൻ വയൽസ് ആൻഡ് ആംബ്യൂൾസ്, നമ്മൾ ഇഞ്ചക്ഷന് വേണ്ടി വരുന്ന വയൽസ്, മെഡിക്കേഷൻസ് എടുക്കുന്ന വയൽസ്, ഇഞ്ചക്ഷൻ നീഡിൽസ്, ഇഞ്ചക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ആംബ്യൂൾസ് എന്ന് പറയുന്നത് ഗ്ലാസ് ബോട്ടിൽസ് ഉണ്ട്. അതായത് ഗ്ലാസിന്റെ ഇപ്പൊ എന്താ പറയാ, ചില ഇഞ്ചക്ഷന്റെ മെഡിസിൻസ് ഒക്കെ ഒരു ബ്രൗൺ കളറിൽ ഗ്ലാസ് ബോട്ടിൽസിൽ വരും. മുകളിൽ ടിപ്പായിട്ട് നമ്മൾ ടിപ്പ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നതിനെയാണ് നമ്മൾ ആംബ്യൂൾസ് എന്ന് പറയുന്നത്. മുകളിലേക്ക് ഇങ്ങനെ ഷോർട്ടായിട്ട് വരുന്ന ട്യൂബ്സ്, അതാണ് ആംബ്യൂൾസ് എന്ന് പറയുന്നത്. നമ്മളത് പൊട്ടിച്ചതിന് ശേഷമാണ് അതിൽ നിന്ന് മെഡിസിൻസ് എടുക്കുന്നത്. അത്തരത്തിലുള്ള ഗ്ലാസ്ഡ് ആയിട്ടുള്ള ആംബ്യൂൾസ് നമ്മൾ ഇടുന്നത് ബ്ലൂ വൈറ്റ് ബിൻസിലാണ്. പിന്നെ നീഡിൽസും ഫിസ്റ്റുലയുടെ നീഡിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ബ്ലൂ അല്ലെങ്കിൽ വൈറ്റ് ബിൻസിലാണ് ഇടുന്നത്. ബ്ലേഡ്സ്, ഷാർപ്പായിട്ടുള്ള എല്ലാ ഒബ്ജക്ട്സും ഗ്ലാസ് ഐറ്റംസും, സ്പെഷ്യലി നമുക്ക് മുറിവുകൾ ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള ഐറ്റംസും നമ്മൾ ഇടുന്നത് ബ്ലൂ അല്ലെങ്കിൽ വൈറ്റ് കളർ വേസ്റ്റ് ബിൻസിലാണ്. നെക്സ്റ്റ് വൺ ആണ് ബ്ലാക്ക് ബിൻസ്. ബ്ലാക്ക് ബിൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ അതിൽ പേപ്പർ വേസ്റ്റുകളാണ് ഇടുന്നത്. റാപ്പേഴ്സ്, പേപ്പർ വേസ്റ്റുകൾ, മെഡിസിൻസിന്റെ കവേഴ്സ്, പിന്നെ ക്രിസ്പ് ആയിട്ടുള്ള ചില പാക്കേജ്സ്, കാരിയർ ബാഗ്സ്, വാക്യൂം ക്ലീനറിന്റെ ചില കണ്ടന്റ്സ്, ജനറൽ ആയിട്ടുള്ള കുറച്ച് വേസ്റ്റ് മെറ്റീരിയൽസ് ആണ് നമ്മൾ ബ്ലാക്ക് ബിൻസിൽ നമ്മൾ സാധാരണഗതിയിൽ ഇടുന്നത്.
ഇനി നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽ വേസ്റ്റ് പറഞ്ഞു, അതെങ്ങനെ കളക്ട് ചെയ്യാം. കളക്ട് ചെയ്ത് നമ്മളത് ഡംപ് ചെയ്യുന്നതിന്, ഡിസ്പോസ് ചെയ്യുന്നതിന് എന്തുണ്ട്, കുറച്ച് പ്രിൻസിപ്പിൾസ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ആദ്യം വരുന്നത്, നമ്മളിപ്പോൾ ഡിഫറെന്റ് ബാസ്ക്കറ്റ്സ് പറഞ്ഞു, പല വേസ്റ്റ് ബിന്നിന്റെ കാര്യം പറഞ്ഞു, പല കളർ കോഡുള്ള വേസ്റ്റ് ബിൻസിന്റെ കാര്യം പറഞ്ഞു. നമ്മൾ ഇതിൽ വരുന്ന വേസ്റ്റുകളല്ലേ നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യാണ്, കൂടിച്ചേർക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. സെഗ്രിഗേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രീ ട്രീറ്റ്മെന്റ് ചെയ്യും. വേസ്റ്റിനെ നമ്മൾ പ്രീ ട്രീറ്റ്മെന്റ്, മുന്നേ നമ്മളൊരു ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് അതിനെ നമ്മൾ ഡീകണ്ടാമിനേറ്റഡ് ആക്കാൻ വേണ്ടിയാണ് ആ പ്രീ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. സെഗ്രിഗേറ്റഡ് വേസ്റ്റിനെ പ്രീ ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓരോ ഏരിയയിൽ നിന്നുള്ള വേസ്റ്റുകൾ, ഹോസ്പിറ്റൽസിലെ ഡിഫറെന്റ് ഏരിയാസിൽ നിന്നുള്ള വേസ്റ്റുകൾ നമ്മൾ കളക്ട് ചെയ്യാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത്. അത് കളക്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. എവിടേക്ക്? എല്ലാ വേസ്റ്റ് ഏരിയസിൽ നിന്നും വേസ്റ്റ് കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഹോസ്പിറ്റൽസിന് അവിടെയുള്ള സ്റ്റോറേജ് സൈറ്റിലേക്ക്, വേസ്റ്റ് കൊണ്ട് സ്റ്റോർ ചെയ്യുന്ന സ്റ്റോറേജ് സൈറ്റിലേക്ക് നമ്മൾ അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അതിനുശേഷമാണ് നമ്മൾ ഡിഫറെന്റ് ബാഗ്സിലാക്കിയിട്ട് നമ്മൾ അതിനെ ഫൈനൽ ഡിസ്പോസലിന് വേണ്ടി നമ്മൾ അതിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് പുറത്തേക്ക് വിടുന്നത്. അപ്പൊ ഇതാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽ വേസ്റ്റിനെ നമ്മൾ കളക്ട് ചെയ്ത് സെഗ്രിഗേറ്റ് ചെയ്ത് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ.